അപ്പോൾ എല്ലാവർക്കും ഒരു തിരുനാൾ ആശംസകൾ നേരുന്നു. എന്താണ് എല്ലാവരും ഒരു ഉഷാറിലാണ്ടിരിക്കണേ? ഒന്ന് കൈയടിച്ചാട്ടെ, നല്ലൊരു കൈയടിയാട്ടെ, നല്ലൊരു കിട്ടുക മടക്കം കൊടുത്ത രീതിയിൽ കേട്ടോ. അപ്പോൾ ഈ പ്രോത്സാഹനം ഞങ്ങൾ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. എൻ്റെ കൂടെ 2 കലാകാരന്മാരിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഒരാൾ തമിഴനും മറ്റേ ആൾ മലയാളിയുമാണ്. ആ 2 കലാകാരന്മാരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. മനീഷ് റാമി, അടുത്തൊരു കലാകാരൻ അനു കലഞ്ഞൂർ ആണ്. അപ്പോൾ 2 പേരും ഫ്ലവേഴ്സിൻ്റെ കോമഡി ഉത്സവം കൂടാതെ അമൃത ചാനലിൻ്റെ കോമഡി മാസ്റ്റേഴ്സ് എന്നീ പ്രോഗ്രാമുകളുടെ ഒക്കെ ശ്രദ്ധേയരായ 2 കലാകാരന്മാരാണ്. ഇവിടെ ഒരുപാട് പുലികൾ വന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ 3 എലികൾ വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം. ഇഷ്ടപ്പെട്ട കൈയടിക്കുക, ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി. ഞങ്ങൾ പോയി നന്നായി കൊള്ളാം. അപ്പോൾ മനീഷ്, ആരുടെ ശബ്ദമാണ് ആദ്യം അനുകരിക്കാൻ പോകുന്നത്? അതെ, ഇദ്ദേഹം കുഞ്ചാക്ക ബോബന്റെ ശബ്ദം അനുകരിച്ചാണ് ഇപ്പൊ ഫേസ്ബുക്കിലും കൂടെ ഒക്കെ വൈറലായത്. കൂടാതെ കോമഡി ഉത്സവത്തിലൂടെയൊക്കെ അദ്ദേഹം ചാക്കോച്ചന്റെ ലൈവ് വോയിസ് ആണ് അദ്ദേഹം ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ചാക്കോച്ചൻ ഇന്ന് നമ്മുടെ ഈ പള്ളിയിൽ തിരുനാളിന് വന്നു കഴിഞ്ഞാൽ ചാക്കോച്ചൻ എങ്ങനെയാണ് ആശംസ പറയുന്നത്, അല്ലേ? കോളിയൊന്ന് കയറ്റി വെക്കണം കേട്ടോ. ഹലോ 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 ഹലോ. അപ്പോൾ ചാക്കോച്ചൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്വന്തം ചാക്കോച്ചനാണ്. ഞാൻ ഇവിടെ വന്നതിന് എനിക്കെല്ലാം സന്തോഷമുണ്ട്. കാരണം എല്ലാവരും ഈശ്വരൻ്റെ വരദാനമാണല്ലോ, അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും സിനിമ കാണണം, അനുഗ്രഹിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ പ്രോത്സാഹനം പിന്നെയും പറയുന്നു, നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. അപ്പോൾ ഇനി തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, പരിചയപ്പെടണ്ടേ? ആരാണ് തമിഴ്നാട്ടിൽ നിന്ന്? വിജയ്. തിളപതി വിജയുടെ വോയിസ് ആണ് ഇന്നിവിടെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലൈവ് വോയിസ്. ഓക്കെ. എല്ലാവരും വിഷയത്തേക്ക് ரொம்ப ரொம்ப நன்றி. வணக்கம் வணக்கம் வணக்கம். അപ്പോൾ ഇനി അടുത്തത് മനീഷിന്റെ ഊഴമാണ്. ആരാണ്? വിനയ് ഫോർട്ട്, അല്ലേ? വളരെ സന്തോഷമുണ്ട്. എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും ഞാൻ വന്നു. ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും എൻ്റെ സിനിമ കാണില്ലേ? ഇതൊക്കെ വിൽക്കാണ് കേട്ടോ, എൻ്റെ സ്വന്തം കൂടിയല്ല. താങ്ക് യു. ഓക്കെ, അടുത്തത് ഈ ഇടയ്ക്ക് തമിഴകത്തിൽ നിന്നും മൺമറഞ്ഞു പോയ വിജയകാന്ത്, അല്ലേ? വിജയകാന്ത്. பஞ்சமுகம் பகவானுக்கு நம்ம புரிதம் ஐயா. காத்துல உங்காத்து எங்காத்து பிடிக்க முடியுதுன்னா அது விட்டுட்டீங்க. நெருப்பு அதை தொட்ட சுடு, அதனால விட்டீங்க. நீரு நல்ல ஆகாயம் மூணு உங்க கட்டப்பட்டுக்குள்ள அதுக்குறதுனால ஆளாருக்கு பிடிச்சு சொந்தம் கொண்டாடி பொன்கொண்டாடி ஆடிட்டு இருக்க. ഓക്കെ, അടുത്തത് നമുക്ക് ആരുടെ ശബ്ദമാണ്? വിനായകന്റെ ശബ്ദമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് അനുകരിച്ച് കേട്ടത്. അനൂപിന്റെ ആരുടെ ശബ്ദമാണ് അനുകരിക്കുന്നത്? ഉമ്മൻചാണ്ടി സാറിന്റെ. നമ്മളെ ഇദ്ദേഹം തന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചമാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഉമ്മൻചാണ്ടി സാറ് കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ സ്വരങ്ങളത്ത് ചോദിച്ചതും നമുക്ക് തന്നു. അപ്പോ നമ്മള് ചാക്കോച്ചൻ ഇവിടെ ഈ വേദിയിൽ വന്നാൽ എങ്ങനെയാണ് നമുക്ക് ആശംസ പറയുന്നതെന്നാണ്. എന്നല്ല, അദ്ദേഹം സിനിമയിലെ ഡയലോഗുകളാണ് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ചാക്കോച്ചനെ നേരിട്ട് കാണാൻ പറ്റി. അദ്ദേഹത്തിന് മുന്നിൽ ഡയലോഗ് പറയാനുള്ള അവസരം കിട്ടി. നന്നായിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്.
അപ്പോൾ ഒന്ന് രണ്ട് സിനിമ ഡയലോഗ് നിങ്ങൾക്ക് വേണ്ടി പറയണം. ശരിക്കും ഇഷ്ടമാണോ ചോദിച്ചാൽ ഈ പല്ല് പറിക്കുന്ന ഡോക്ടറിനെക്കാളും നല്ലത് 2 വർഷത്തിനും ദിവസം ഒരു മാസമാരുടെ കൂടെ കാണുമല്ലോ ഇല്ലേ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വേറെ ഡയലോഗ്, ഭർത്താവിൻ്റെ വാട്ടും പറ്റി ഭയപ്പെടേണ്ട, ഇങ്ങോട്ടുള്ള യാത്ര തികച്ചും യാത്രയുടെയായിരുന്നു. കാട്ടിലും വീട്ടിലും ഓടിയും ചാടിയും തിരുസ്വരൂപിക്കാൻ തിരുവനന്തപുരം കണ്ടപ്പോൾ കോരിത്തടിച്ചു നടന്ന ഭാവമാകർഷണം പരിപാടി മറ്റൊക്കെ പരിപാടി കാണിക്കണ്ടേ. താങ്ക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവർക്ക് നല്ലൊരു കൈ കൊടുത്തേ. ഇനി ഇവര് വന്ന് കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദമൊക്കെ അനുകരിച്ച് പോയി. അപ്പോൾ ഇവർക്ക് പ്രോഗ്രാം ചെയ്യാൻ അവരെ മാത്രം മതി. പക്ഷെ എനിക്ക് ചെറിയൊരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ അത് നിങ്ങളും കൂടി എൻ്റെ കൂടെ വേണം. ഉണ്ടാവത്തില്ലേ? ഓക്കെ, ഒന്നുമില്ല, ചെറിയ 2 കുസൃതി ചോദ്യം ചോദിക്കും. അതിന് കുസൃതി നിറഞ്ഞ ഉത്തരം തന്നാൽ ഇവിടെ അടുത്ത് 2 സമ്മാനം വെച്ചിട്ടുണ്ട്, അത് മേടിക്കാൻ പോവാം. നമുക്ക് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് സമ്മാനം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്. ചോദ്യം ശ്രദ്ധിക്കുക, ഉത്തരം അറിയാവുന്ന ഒരു കൈപൊക്കി ഉത്തരം പറയുക, അല്ലാതെ മിണ്ടാതിരിക്കരുത്. ആദ്യത്തെ ചോദ്യം ഇതാണ്. മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാർ കുളിക്കുമ്പോൾ ഈ വിരല് നനയാറില്ല, എന്തുകൊണ്ട്? അറിയാവോ? കേട്ടില്ല? ഇത് എന്റെ വരാണെങ്കിൽ വന്നാട്ടെ, ചേച്ചിക്ക് വന്നാട്ടെ, സ്റ്റേജിലോട്ട് വന്നാട്ടെ. ചെറിയൊരു സമ്മാനമുണ്ട്, ചേച്ചി സ്റ്റേജിലോട്ട് വന്നാട്ടെ. അടുത്ത നമുക്കൊരു മഹിളാ രത്നത്തെ കിട്ടി. ഇനി നമുക്കൊരു പുരുഷ കേസരിയാണ് വേണ്ടത്. ഓക്കെ, നല്ലൊരു കാര്യം, നമുക്ക് വേറെ സ്വാഗതം ചെയ്യാം. അടുത്തൊരു പുരുഷ കേസരിയാണ് എനിക്ക് വേണ്ടത്. അടുത്ത ചോദ്യം